നമ്മളിവിടെ ത്രെഷോൾഡ് വാല്യൂ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ത്രെഷോൾഡ് വാല്യൂ എന്ന് പറയുന്നത് 0.5 ആണ്. അപ്പോൾ 0.5 എബോവ് വരുന്ന എല്ലാവരെയും 1ലേക്കും അല്ലാത്തവരെ 0ലേക്കും അസൈൻ ചെയ്യും. അതാണ് ക്ലാസിഫിക്കേഷൻ നമ്മൾ ചെയ്യുന്നത്. ഉണ്ടോ ഇല്ലയോ എന്ന ഒരു പ്രഡിക്ഷൻ കൊടുക്കുന്ന സമയത്ത് ഇവിടെ വാല്യൂസ് 0 to 1 വരെയുള്ള റേഞ്ചിലുള്ള വാല്യൂസ് ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. ലീനിയർ റിഗ്രഷനിൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്? ഒരു കണ്ടിന്യൂസ് വാല്യൂസ് പ്രഡിക്ഷൻ, അതായത് എക്സാക്ട് നമ്പറാണ് ഇവിടെ പ്രഡിക്ഷൻ ചെയ്യുന്നത് ലീനിയർ റിഗ്രഷനിൽ. ഇവിടെ നമ്മൾ 0 or 1 മാത്രമാണ് പ്രഡിക്റ്റ് ചെയ്യുന്നത് ലോജിസ്റ്റിക് റിഗ്രഷനിൽ. അപ്പോൾ നമുക്കൊരു സ്ട്രെയിറ്റ് ലൈനിൽ അത് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുമ്പോൾ കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്യാൻ പറ്റില്ല ഡാറ്റ പോയിന്റ്സ്. കാരണം 0.5 താഴെയുള്ള എല്ലാവരെയും ഇങ്ങനെ 0ൽ മാത്രം അസൈൻ ചെയ്യും, 1ൽ മാത്രം അസൈൻ ചെയ്യുമ്പോൾ നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ വരച്ച് കഴിഞ്ഞാൽ അത് സെറ്റ് ആവില്ല. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ ഈ ഒരു ലൈൻ്റെ ഇക്വേഷൻ y = mx plus c എന്ന ഇക്വേഷനാണ് നമ്മൾ ലീനിയർ റിഗ്രഷനിൽ യൂസ് ചെയ്യുന്നത്. അപ്പം ലോജിസ്റ്റിക് റിഗ്രഷൻ വരുമ്പോൾ അത് നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ f(x) = 1/1 + e⁻⁻ x എന്ന സിഗ്മോയിഡ് ഫംഗ്ഷനാണ്. ഇതിനെയാണ് നമ്മൾ സിഗ്മോയിഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഈ ഒരു സിഗ്മോയിഡ് ഫംഗ്ഷനാണ് നമുക്ക് എസ് ഷേപ്ഡ് കർവ് ആയിരിക്കും ഡിസിഷൻ ബൗണ്ടറി ആയിട്ട് തരുന്നത്. അതായത് നമ്മളിവിടെ ലീനിയർ റിഗ്രഷനിൽ സ്ട്രെയിറ്റ് ലൈൻ ആണ് കണ്ടുപിടിച്ചതെങ്കിൽ ലോജിസ്റ്റിക് റിഗ്രഷനിൽ ഈ ഒരു ഇക്വേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എസ് ഷേപ്ഡ് കർവ് ആണ് കിട്ടുന്നത്. അതായത് ഇങ്ങനെ എസ് ഷേപ്ഡ് കർവ് വരുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഡാറ്റ പോയിന്റ്സിനെ ഫിറ്റ് ചെയ്യാൻ സാധിക്കും. ബിക്കോസ് ലോജിസ്റ്റിക് റിഗ്രഷനിൽ ഈ ഒരു ഇക്വേഷനാണ് പ്രൊബബിലിറ്റി ആക്കി മാറ്റുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ത്രെഷോൾഡ് വാല്യൂ 0.5 നമ്മൾ സെറ്റ് ചെയ്തു. 0.5 നമ്മൾ സെറ്റ് ചെയ്താൽ 0.1 സെറ്റ് ചെയ്യണം. 0.5 കൂടെ സെറ്റ് ചെയ്യാം. അപ്പം അങ്ങനെയാണെങ്കിൽ 0.5 എബോവുള്ള എല്ലാവരെയും 1ലും 0.5 താഴെയുള്ള എല്ലാവരെയും 0യിലും അസൈൻ ചെയ്യും. എസ് ഷേപ്ഡ് കർവ് നമ്മൾ ആ ഒരു സിഗ്മോയിഡ് ഇക്വേഷൻ യൂസ് ചെയ്ത് ചെയ്യും. അപ്പോൾ എക്സാക്ട് നമ്പറിനെ ഒരു പ്രൊബബിലിറ്റി ആക്കി കൺവേർട്ട് ചെയ്യുകയാണ് ഇവിടുത്തെ സിഗ്മോയിഡ് ഫംഗ്ഷൻ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പ്രൊബബിലിറ്റി എന്ന് പറയുന്നത് 0 to 1 വരെ റേഞ്ചിലുള്ള വാല്യൂസ് ആയിരിക്കും. ഇവിടെ ത്രെഷോൾഡ് വാല്യൂനെ ബേസ് ചെയ്ത് അത് 1ലേക്ക് പോകണോ 0ലേക്ക് പോകണോ എന്ന് പ്രെഡിക്റ്റ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ നമ്മുടെ ഫൈനൽ ഔട്ട്കം എന്ന് പറയുന്നത് 0 or 1 ഒബിസിറ്റി ഉണ്ടോ ഇല്ലയോ. അത് നമുക്ക് ലീനിയർ റിഗ്രഷനിൽ പ്ലോട്ട് ചെയ്യുന്നത് സ്ട്രെയിറ്റ് ലൈൻ വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ നമ്മൾ ഇൻപുട്ട് ഫീച്ചേഴ്സിൻ്റെ വെയ്റ്റഡ് സമ്മിനെ ഈ ഒരു ഇക്വേഷനിലേക്ക് പാസ് ചെയ്യുമ്പോൾ നമുക്ക് എസ് ഷേപ്ഡ് കണ്ടോ. ഇവിടെ 0.8 ആണ് നമ്മുടെ പ്രിഡിക്ഷൻ വാല്യൂ എങ്കിൽ അത് നമ്മൾ ആ ഒരു ഇക്വേഷനിൽ കിട്ടുമ്പോൾ അത് 0.8 എന്ന് പറയുന്നത് 0.5നേക്കാൾ മുകളിലാണ്. അപ്പോൾ അതിനെ നേരെ 1ലേക്ക് അസൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. 0.3 ആണ് വാല്യൂ എങ്കിൽ അതിനെ 0ലേക്ക് അസൈൻ ചെയ്യും. ഇനി ലോജിസ്റ്റിക് റിഗ്രഷൻ എന്ന് തന്നെ നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. ഒരു കോയിൻ ഫ്ലിപ്പ് ചെയ്താൽ ഹെഡ് വീഴാനുള്ള സാധ്യത എത്രത്തോളം, ഇതിനെ നമുക്ക് ലോജിസ്റ്റിക് റിഗ്രഷൻ എന്ന് പറയാം. ഒരു കാര്യം സംഭവിക്കാനുള്ള സാധ്യത എത്രത്തോളം എന്ന് മെഷർ ചെയ്യുന്നതിൻ്റെ പ്രൊബബിലിറ്റി എന്ന് പറയാം. ഒരു കോയിൻ ഫ്ലിപ്പ് ചെയ്താൽ ഒരു 50% ചാൻസ് ആണ് ഹെഡ് വീഴാനുള്ള സാധ്യത, അല്ലേ? അപ്പോൾ ലീനിയർ റിഗ്രഷൻ എന്ന് പറയുമ്പം എന്താണ്, ഒരു ഇപ്പോൾ എക്സാം സ്കോർ പ്രിഡിക്റ്റ് ചെയ്യുവാണെങ്കിൽ അതെങ്ങനെയായിരിക്കും? 85, 60, 75, 85 എങ്ങനെയായിരിക്കും? ഒരു എക്സാക്ട് മെഷർ അല്ലെങ്കിൽ വാല്യൂ ആയിരിക്കും ഇവിടെ പ്രഡിക്ഷൻ നടക്കുന്നത്. പക്ഷെ ലോജിസ്റ്റിക് റിഗ്രഷനിൽ എങ്ങനെയായിരിക്കും? പാസ് ഓർ ഫെയിൽ എന്നായിരിക്കും. ആ ഒരു സ്കോറിനെ ബേസ് ചെയ്ത് പാസ് ഓർ ഫെയിൽ എന്നായിട്ടായിരിക്കും നമ്മൾ പ്രിഡിക്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പം ത്രെഷോൾഡ് വാല്യൂവിന് താഴെയുള്ളവരെ 0ലേക്കും ഇല്ലാത്തവരെ 1ലേക്കും അസൈൻ ചെയ്യും. ഓക്കെ, 0.1 ആണെങ്കിൽ 0യും 0.7 ആണെങ്കിൽ അത് 1ലേക്ക് അസൈൻ ചെയ്യുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മുടെ സിഗ്മോയിഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇതാണ്. അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് സിഗ്മ ഓഫ് z = 1/1 + e⁻⁻z. ഇവിടെ സിഗ്മ ഓഫ് z എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്പുട്ട്, ആ ഒരു ഇൻപുട്ട് നമ്മൾ കൊടുക്കുമ്പോൾ അതിന് കിട്ടുന്ന ഔട്ട്പുട്ടാണ് സിഗ്മ ഓഫ് z എന്ന് പറയുന്നത്. ഇവിടെ ഇൻപുട്ട് എന്താണ്? z ആണ്. ആ z നമ്മൾ ഈ ഒരു ഇക്വേഷനിലേക്ക് പാസ് ചെയ്യുകയാണ് ഇൻപുട്ടായിട്ട്. എന്നിട്ട് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട്